ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, പാൻ നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ നാളത്തെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് പർപ്പസിനാണ് ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി എലൈറ്റ് വേബ് തിയറി ബേസ്ഡ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് കിടക്കാം, നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഓക്കെ, നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒത്തിരി നല്ല ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പ്രൈസ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 50 മില്യൺ പ്രൈസ് ഓൺ ഗോയിങ് ആണ് ആൻഡ് 101% റേഷ്യോ കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഈ ഒരു ലെവൽ ഫുൾ നോക്കുകയാണെങ്കിൽ 101% ലെവലാണ് ദെൻ നമ്മൾ ഇത്. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്തു? ഇന്ന് പ്രൈസ് എക്സാക്ട്ലി 101% ലെവലാണ് 290 വരുന്നത് ഇവ. ഓക്കെ, അതാണ് ഇന്ന് പ്രോപ്പർലി പ്രൈസ് അവിടെ സസ്റ്റെയിൻ ആവാതെ റിജക്ഷൻ കാണിക്കാൻ തുടങ്ങി. 100% എന്ന് പറഞ്ഞാൽ പ്രൈസ് റിജക്ഷനാണ് കാണിക്കാറുള്ളൂ, എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് ഓവറോൾ എല്ലാം കൂടി. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് ഇനി ഓവറോൾ എന്താ നടക്കുന്നത് മാർക്കറ്റിൽ, സ്ട്രക്ചറിൽ, ഇതൊക്കെ എല്ലാം കൂടി. ഇനി കുറച്ച് കോഷനൊക്കെ ഓൾറെഡി ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോഷൻ കാരണം വെച്ചാൽ പ്രൈസ് 80H ഒക്കെ കാണിക്കുന്നുണ്ട്, ബട്ട് 80H ഇന്നും കാണിച്ച് ട്രാപ്പാണ്. ഓവറോൾ റീസൺ എന്താ, 80H കാര്യം ഞാൻ പറയണില്ല, ബിക്കോസ് ആ ഒരു പവർ മാർക്കറ്റിൽ ഇല്ല, ആ സ്ട്രെങ്ത് കാണുന്നില്ല. ഓക്കെ, 80H അവർ കൊണ്ടുപോയി, ബട്ട് സ്ട്രെങ്ത് ഇല്ലിറ്റ് വേവ് തിയറിയിൽ സ്ട്രെങ്ത് കാണിക്കണം. ഇമ്പൾസീവ് മൂവ് വേണം, ഇമ്പൾസീവ് മൂവ്. ഞാൻ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇമ്പൾസീവ് മൂവിലെല്ലാം മാർക്കറ്റ് പോകുന്നത്. മാർക്കറ്റ് കറക്ഷനാണ് കാണിക്കുന്നത്. ബിഗർ ടൈം ഫ്രെയിം കറക്ഷൻ കാണിക്കും. സ്റ്റിൽ മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് കുറച്ചുണ്ട്, ബട്ട് പവർ, ആ ഷോർട്ട് കവറിങ്ങിൻ്റെ ആ പവർ ഉണ്ടല്ലോ, ഇങ്ങനെ ബ്ലൈൻഡ്ലി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ആ പവർ ഇല്ല. കറക്ഷൻസ് ആണ് ഇതിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർ ഇവിടെയൊക്കെ SL എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, 80H കണ്ടിട്ട് ഒത്തിരി പേര് ഇന്ന് ചാടിയിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഇന്നലെ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഫുൾ ഡിസ്കഷൻ, ഇന്നലെ ഒത്തിരി ലോങ് ഡിസ്കഷൻ ഇന്നലെ അതുകൊണ്ട് ഞാൻ ചെയ്തായിരുന്നു. ആ ഈ ഒരു റീസൺ കാരണം ഞാൻ ഇന്നലെ അത്രയ്ക്ക് ഈ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് പോകുന്നത് എന്താണ്, പ്രൈസ് ഇവിടെ നിന്ന് പോകുന്നത് ഈ ഒരു ടൈം ഫ്രെയിം. ഞാൻ ലാസ്റ്റ് ഇത് 4th ആണ്, ഇവിടെ വരെ 4th തീർന്നു. 4th 333 കറക്ഷനാണ് ABC ഇത് ആൻഡ് ദെൻ ലാസ്റ്റ് 5th ആണ് ഇപ്പോൾ വരാൻ പോകുന്നതാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോ, പ്ലീസ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഇന്നലത്തെ വീഡിയോ കാണണം. 5th ആണ് നമ്മളിപ്പോൾ ഇനി പ്ലേ ചെയ്യാനുള്ളത്. ഇന്നലെ ഇവിടെ ആയിരുന്നു. സോ എന്താ എക്സ്പെക്ട് ചെയ്ത്, ഇത് 1 2 3 4 ആൻഡ് ദെൻ 5 എൻ്റെ 5 ഇവിടെ തന്നെ തീർന്നായിരുന്നു. ബാക്കി സ്റ്റിൽ മാർക്കറ്റ് ഇവിടെ വരെ പോയി. ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് നമ്മൾ 5 ഇവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു 2-3 പ്രാവശ്യം ശ്രദ്ധിക്കുക. പിന്നെ ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നു, എൻഡിങ് പാറ്റേൺ ഫോം ചെയ്യുന്നു, അതൊക്കെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തായിരുന്നു. എൻഡിങ് പാറ്റേൺ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് ഇങ്ങനെ പ്രൈസ്. ഓക്കെ, ഇതാണ് എൻഡിങ് പാറ്റേൺ ഓർ ലീഡിങ് ആണ്. ഞാൻ ലീഡിങ് ആണ് കമൻറ്റ് ചെയ്ത്, ഇപ്പോൾ ലീഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നോക്കുന്നത് ഇതാണ് ലീഡിങ് പാറ്റേൺ. ലീഡിയുടെ ഡയഗണലിൻ്റെ പാറ്റേണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. എൻ്റെ ചാനലിൽ പ്രോപ്പർലി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ലീഡിങ് ഡയഗണൽ പാറ്റേൺ. 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് കിട്ടും. ഇത് എന്താണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് എങ്ങനെ. ശരിക്കും ഇത് ഇവിടെ വരെ പോകാനുണ്ടായിരുന്നു, പ്രൈസിന് സ്ട്രെങ്ത് ഇല്ല. ആ ബ്ലാക്ക് ട്രെൻഡ് ലൈനിൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇല്ല. അവരെന്ത് ചെയ്തു, ഡബിൾ ടോപ്പ് ഉണ്ടായി ആൻഡ് ബ്രേക്ക് ഡൗൺ കാണിച്ച് ഓക്കെ വീക്ക്നെസ് കാണിച്ചു. ബ്രേക്ക് ഡൗൺ കാണിച്ച് വീക്ക്നെസ് ആയി, ബട്ട് പ്രൈസ് ബിയുടെ ബൗൺസ് വരണം മുകളിലേക്ക്, എന്നിട്ടേ നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് SL ഇത്ര ബിയുടെ ബൗൺസ് എപ്പോഴും എങ്ങനെ ആയിരിക്കും, മാക്സിമം ഈ ഇത്രയ്ക്ക് ഡീപ്പായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുക. ലെവൽസ് ഞാനിവിടെ ഷെയർ ചെയ്യണേ ഇല്ല, ഒന്നുമില്ല. റീസൺ നമുക്ക് ഡീപ്പ് നോളജാണ് വേണ്ടത്. മാർക്കറ്റ് നമ്മളിവിടെ ശരിക്കും നമ്മൾ പ്രാക്ടീസാണ് ചെയ്യാറുള്ളത്. എലൈറ്റ് വേവ് തിയറിയിൽ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. ബിഗർ ടൈം ഫ്രെയിമിൽ പല ലെവൽസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ബട്ട് പ്രാക്ടീസ് മസ്റ്റാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. സ്മോൾ ടൈം ഫ്രെയിമിൽ നിങ്ങളുടെ ഏത് സ്മോൾ ടൈം ഫ്രെയിമിൽ അതിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മസ്റ്റാണ്. എന്നിട്ട് നാളെ ഏത് ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എലൈറ്റ് വേവ് തിയറി ബേസിൽ നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഏത് ചാർട്ട് ഓക്കെ നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട. എൻ്റെ ചാനലിൽ ഹെൽപ്പ് വേണ്ടി വരില്ല, എൻ്റെ ഹെൽപ്പും വേണ്ടി വരില്ല. അതാണ് ഞാൻ ഓപ്പൺലി അത് പറയുള്ളൂ. കാരണം വെച്ചാൽ ഞാനിവിടെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ചെയ്ത് തുടങ്ങാം. എനിക്ക് നേരമില്ല, പ്ലസ് ഫസ്റ്റ് എനിക്ക് ടൈമില്ല. ഞാൻ ഓൾറെഡി പല കാര്യത്തിൽ ബിസിയാണ്. പിന്നെ ഞാൻ ഒരു കോഴ്സും ഒരു എന്തെങ്കിലും പെയ്ഡ് ചാനൽ അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല. ആകെ യൂട്യൂബുള്ളൂ, ഇത് മാത്രം മതി. അത്യാവശ്യം നല്ല ബിസിയാണ്, നേരം കിട്ടാറില്ല. പിന്നെ ഞാനും പേഴ്സണൽ ട്രേഡിങ് ചെയ്യണ്ടേ, പിന്നെ ഞാനെങ്ങനെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. ആകെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ. ബാക്കി എനിക്ക് ടൈമില്ല. പ്ലീസ് മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക.
ശ്രദ്ധിക്കുക, ലേണിംഗ് ആണ് മസ്റ്റ്, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല. മറ്റവരുടെ കോൾ പുട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്ന പണി കിട്ടുകയുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ വന്ന ആളുകൾക്ക് ഇതൊന്നും പിടികിട്ടില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഒന്നും പിടികിട്ടില്ല. ബട്ട് സ്പെൻഡ് ചെയ്ത ആളുകൾ, മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്ത 3-4 വർഷം 5 വർഷം കഴിഞ്ഞ ആളുകൾ, അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്താണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി ഏതായാലും പോട്ടെ. ഇനി നമുക്ക് ഇതാണ് അത്. സോ ഇത് കണ്ട ബീറ്റ ബൗൺസ് എപ്പോഴും മാക്സിമം 81.20% വരാവുള്ളൂ. ബീറ്റ ബൗൺസ് അങ്ങനെയാണ്. 100% 100% വരും. ബട്ട് അത് 81.20% അബവ് പോവുകയാണെങ്കിൽ പിന്നെ 100% നോക്കാം. അത് ആ ഫ്ലാറ്റ് കറക്ഷൻ അത് വേറെ കറക്ഷനാണ്, നമ്മളത് പഠിച്ചിട്ടില്ല, അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ബട്ട് സംടൈംസ് അതിലേക്ക് പോകും, അത് ശ്രദ്ധിക്കുക. അത് അപ്കമിങ് ടൈമിൽ പഠിക്കാം. കാരണം ബേസിക് ആദ്യം പഠിക്കാം. ഫസ്റ്റ് വീഡിയോ ഒത്തിരി വീഡിയോസ് ഉണ്ട്. പ്ലീസ് മസ്റ്റായിട്ട് ABC കറക്ഷൻ്റെ വീഡിയോ ഇതിനകത്തുണ്ട്. പഠിക്കുക, ലേൺ ചെയ്യുക, അത് പഠിക്കുക. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അത് പഠിക്കണം, കാണണം അത് എന്താണ് സ്ട്രക്ചർ, അപ്പോഴേ അത് റിസൾട്ട് കിട്ടും. പിന്നെ പോട്ടെ, ഞാൻ സമയങ്ങൾ ഇന്നെ വേഗം നോക്ക് ഇത് കിടക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഡിങ് ലൈൻ പാറ്റേൺ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തായിരുന്നു. ആൻഡ് പ്രൈസ് ഇവിടുന്ന് പെർഫെക്റ്റ് ഫോൾ കാണിക്കാൻ തുടങ്ങി. ഓക്കെ, പെർഫെക്റ്റ് ഫോൾ വന്നു. ആൻഡ് 2 ലെവൽ തന്നെ നമ്മുടെ ഈ ലെവൽ ഉണ്ടായിരുന്നു. ഇത് റെസ്പെക്ട് ചെയ്തില്ല, ഫസ്റ്റ് ലെവൽ ആൻഡ് സെക്കൻഡ് ലെവൽ ഇതായിരുന്നു. ഇതുവരെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് വന്നു, ബൗൺസ് വന്നു ഇവിടുന്ന്. ഓക്കെ, വീണ്ടും ഫോളാണ് മാർക്കറ്റ് കാണിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇനി ഞാൻ ഇതിനകത്ത് ഒന്നും സമയം എനിക്ക് കളയാനില്ല. സ്പീച്ചൊക്കെ ഞാൻ അത്യാവശ്യം കുറേ കൊടുത്തു. ഇനി നമുക്ക് ലെവൽ ഡിസ്കസ് ചെയ്യാൻ നാളത്തെ. ഓക്കെ, ഫസ്റ്റ് ഇന്നത്തെ ഹൈ ക്രോസ് ചെയ്യുന്നവർ ഇന്ന് ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ കാണുന്നില്ല. ഇൻ കേസ് ഇതിൻ്റെ എൻഡിങ് ലൈൻ പാറ്റേൺ ആണെങ്കിൽ അതുകൂടി പണി കിട്ടും. സോ നാളെ ഇനി നോക്കാനുള്ളതാണ് നമുക്ക്. ഫസ്റ്റ് ഇന്നത്തെ ലെവൽ. ഓക്കെ, ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ കാണുന്നത് എന്താണ്, ഇപ്പോൾ വന്ന ഫോൾ ഉണ്ടല്ലോ, ഇപ്പോൾ വന്ന ഫോൾ എന്തായിരുന്നു? ഇത് ഫുള്ള് വന്നേക്കുന്ന ഏത് ഫോളാണ്? ബിയുടെ ബൗൺസ് ഓൺ ഗോയിങ് ആണ്. എന്തിന് വീണ്ടും C ഫോൾ വരുമോ എന്നാണ് എനിക്ക് നോക്കാനുള്ളത്. നാളെയാണ് നമുക്ക് ഫർദർ കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രൈസ് പോയത് ഇത് വന്ന ABCയുടെ ഫോൾ മേ ബി പറയാം. ബിയുടെ ബൗൺസ് ആണ്. ഇത് ഫുൾ A ആണ് ഞാൻ കൗണ്ട് ചെയ്യണത്. ശ്രദ്ധിക്കുക, ഡബിൾ എനിക്ക് കൺഫർമേഷൻ കിട്ടണം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഇനി ഇവിടുന്ന് ഫർദർ അത് മൂവ് എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. മീൻസ് ഫർദർ ഡയറക്ഷൻ ഞാൻ ഇത് ചെയ്യുള്ളൂ, പ്രിഡിക്റ്റ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ഇപ്പോൾ പറയാനുള്ളത് എനിക്ക് ഇത് A ആണ് ഞാൻ കാണുന്നത്. മേ ബി ഇത് ബിയുടെ ബൗൺസ് ആണ്. മേ ബി ബിയുടെ ബൗൺസ് ആണോ എങ്ങനെയാണ്? അത് ബിയുടെ ബൗൺസ് ആണെങ്കിൽ ബി ഇവിടെ വരെ എന്തെങ്കിലും പോകും, പിന്നെ അത് കഴിഞ്ഞ് സിയുടെ പോലെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് കൺഫർമേഷൻ ചെയ്ത് തരും. ഇപ്പോൾ ഈ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ, ABC ആയിട്ടാണ്. സിയിൽ 5 മൂവ്സ് വരെയൊക്കെ പോകാം. ഈ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രൈസ് വെച്ചു. ഇപ്പോൾ 50%ലാണ്. സോ നാളത്തെ ലെവൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ 61% ആൻഡ് 81.202%. 81.20%. ഇതാണ് 2 റെസിസ്റ്റൻസ് ലെവൽ നാളത്തെ. ഇതിൻ്റെ പ്രൈസ് ഇവിടുന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ആണോ ഇവിടുന്ന് ഏത് ഏരിയയിൽ നിന്ന് റിജക്ഷൻ എടുക്കുന്നു, റിജക്ഷൻ എടുത്ത് എന്തായാലും പ്രൈസ് താഴേക്ക് വരും. ആ പ്രൈസ് താഴേക്ക് വരുമ്പോൾ വേഗം എന്ത് ചെയ്യുക? സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക. നിങ്ങളുടെ സ്മോൾ ടൈം ഫ്രെയിം ഏതാണ് അതിലേക്ക് വരിക. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ വരുമ്പോഴത്തേക്ക് പ്രൈസ് ഇതിപ്പോൾ പോകുന്നത് ഇവിടുന്ന് എങ്ങനെയാണ്? ഇത് 1 2 3 ഓൺ ഗോയിങ് ആണ്. 3 കഴിഞ്ഞിട്ട് 4 വരുമ്പോഴത്തേക്ക് 4 മാക്സിമം 50% വരാവുള്ളൂ. ശ്രദ്ധിക്കുക, വീണ്ടും ഞാൻ പറയണേ, തേർഡ് മുകളിലേക്ക് പോയി. ഓക്കെ, മുകളിലേക്ക് പോയിട്ട് പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് തരും. ഇവിടെ നിന്നാണ് റിജക്ഷൻ, ഇവിടെ നിന്നാണ് റിജക്ഷൻ എന്ന് നോക്കണം. തേർഡ്, പിന്നെ ഫോർത്ത് റിജക്ഷൻ വരുവാണെങ്കിൽ 50% വരെ വെയിറ്റ് ചെയ്യുന്നു. അവിടെ വരെ ഫോർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അത് നോക്കണം. ഫോർത്ത് അവിടെ വരെ നിൽക്കുന്നില്ലെങ്കിൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത് 1 2 സപ്പോസ് ഇവിടെ വരെയൊക്കെ പോയി പ്രൈസ് 81.20% വരെ പോയി. ദെൻ ഫോർത്ത് ഇവിടെ ഫസ്റ്റിൻ്റെ ഏരിയ ഒരു സപ്പോർട്ടായിട്ടാണ് എപ്പോഴും റിലേറ്റീവ് തിയറിയിൽ, ഓർ മാക്സിമം 50%. ഓക്കെ, വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ 5th ആയി. അല്ലെങ്കിൽ ഇത് ഈ 2 ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് താഴോട്ട് പോയി. മാക്സിമം 2 ഡേ വരെ വരാവുള്ളൂ. 2 ഇത് ഹോൾഡ് ഇല്ലെങ്കിൽ പിന്നെ പ്രൈസ് താഴേക്ക് പോയി. പിന്നെ ഫർദർ നമുക്ക് ഫോൾ കിട്ടും. ശ്രദ്ധിക്കുക, ബുള്ളിഷ്നെസ് എപ്പോഴാവുക? ബുള്ളിഷ്നെസ് 26,280 കൂട്ടിക്കുക. 26,280 ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇമ്പൾസിലേക്ക് വരും. ആ ഒരു സമയത്ത് 100% മിനിമം 100% ആൻഡ് ഫർദർ റേഷ്യോസ് നമുക്ക് മാർക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നാളെ ഡിസൈഡർ ഡേ ആണെന്ന് പറയാം. മീൻസ് ഇതിൻ്റെ ഫുൾ ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് എടുക്കുമോ അല്ലെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് വരുമോ. സോ നാളെ ശ്രദ്ധിച്ചിട്ട് വേണം വീണ്ടും ട്രേഡ് ചെയ്യാൻ. ഇന്നും ഈസി അല്ലായിരുന്നു ചിലപ്പോൾ പറയാം.
കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും, ശ്രദ്ധിച്ച് വേണം എല്ലാവരും കൂടി നോക്കാൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. വേഗം ബാൻ നിഫ്റ്റി ലെസസ് കിടക്കാം. ബാക്കി ഇനി ഇവിടെ നിന്ന് ലെവൽ ഞാൻ ഫാസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ലോങ് വീഡിയോസാണ്, ബട്ട് എന്താ ചെയ്യുക, എക്സ്പ്ലെയിൻ കൊടുത്താലേ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുത്താലേ നാളെ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ചാർട്ട് പല ഡിഫറെൻറ്റ് ചാർട്ടിൽ അതനുസരിച്ച് റീഡ് ചെയ്യാൻ പറ്റും, ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക, പ്ലീസ് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കൂടി. സോ ഇതാണ് ബാൻ നിഫ്റ്റിയുടെ അവസ്ഥ. ബാൻ നിഫ്റ്റി പോകുന്നത് 1 2 3 4 5 ആയിട്ടോ. ബാൻ നിഫ്റ്റി ഇനി കൂടുതൽ നോക്കാനൊന്നുമില്ല. ബാൻ നിഫ്റ്റിയിലേക്ക് ഇതിൻ്റെ ബിലോ ഫോർദർ വീക്ക്നെസ്, ഇത് സപ്പോർട്ടാണ്, അതിൻ്റെ അബവ് റെസിസ്റ്റൻസ് ആണ്. ബാൻ നിഫ്റ്റി ഞാൻ കൂടുതലൊന്നും പറയണില്ല വെച്ചാൽ ബാൻ നിഫ്റ്റി ഇത് നോക്കുകയാണെങ്കിൽ 1 2 3 4 and 5th ആണ്. സോ ഇത് ബ്രേക്ക് ചെയ്ത ഫർദർ വീക്ക്നെസ് ആണ് 59,525. ഓക്കെ, ഫർദർ വീക്ക്നെസ് ആണ്. സെൻസെക്സ് പോകാം 100. ഇതൊക്കെ ഇന്നലെ വെച്ച ഫിബൊനാച്ചി ആയിരുന്നു. ഇതുപോലെ തന്നെയാണ് ഈ ഫിബൊനാച്ചി ഇന്നലത്തെ വീഡിയോ ഞാൻ അതുപോലെ വെച്ചിട്ട് പോയത്. 111% സോറി 111% ഏരിയ റിജക്ഷൻ എടുത്തു താഴേക്കാണ്. അത് 111% ഏരിയ ഉണ്ടല്ലോ, നല്ല ഡിഫിക്കൾട്ട് ഏരിയ ആണ്. കാരണം എന്ന് വെച്ചാൽ അത് കാണിക്കുന്നത് എന്താണ്, ട്രാപ്പിംഗ് ആണ് കാണിക്കുന്നത്. 111% ഏരിയ കാണിക്കുന്നത് ട്രാപ്പിംഗ് ആണ്. ദാറ്റ് മീൻസ് SL എടുത്തു, ഈ ഹയർ SL എടുത്തു ആൻഡ് പ്രൈസ് ഡൗൺ സൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ബ്രേക്ക് ചെയ്ത ആ ഏരിയ 111%, ഈ ഒരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫർദർ ബുള്ളിഷ്നെസ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫർദർ ബിയറിഷ്നെസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോ ഇനി ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് വരുള്ളൂ. ഓവറോൾ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് ഉള്ളൂ. ഓക്കെ, വീക്ക്നെസ് ഇത് ഇനി നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സിറ്റുവേഷനാണ്, ആ ഒരു കണ്ടീഷനാണ്. വേണമെങ്കിൽ 5 minutes ടൈം ഫ്രെയിം സെൻസെക്സിൽ മാർക്ക് ചെയ്തേക്കുക, വേഗം ലെവൽ ചെയ്തെടുക്കുക. 2 റേഷ്യോ ഇതിനകത്ത് മാർക്ക് ചെയ്യുക. 61.80% പെർഫെക്റ്റ്ലി അവിടെ തന്നെയാണ് കിടക്കുന്നത്. അതിന് 81.0%. ഓക്കെ, താഴേക്ക് വരുമ്പോഴത്തേക്ക് പ്രൈസ് റിജക്ഷൻ എടുത്ത് താഴേക്ക് വരുമ്പോൾ 1 2 3 ആയിട്ടാണ് താഴേക്ക് വരുന്നത്. സോ കൺഫ്യൂസ് ആവണ്ട കേട്ടോ. ചിലപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ, കുറച്ച് ദിവസം ബുദ്ധിമുട്ടാവും. മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡീപ്പ് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസാണ്, മസ്റ്റ് ചെയ്യേണ്ടത് പ്രാക്ടീസാണ്. ഞാൻ ഇവിടെ ഒത്തിരി വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പ്ലേ ചെയ്യാവുള്ളൂ എല്ലാവരും കൂടി. നിഫ്റ്റി മിഡ് ക്യാപ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഓൺ ഗോയിങ് 101+11 ഓൺ ഗോയിങ് ആണ്. ഇത് കണ്ട റിജക്ഷൻ എടുത്തു ആൻഡ് സഡൻ പ്രൈസ് ഫോർദർ മുകളിലേക്ക് പോയി ഇന്ത്യൻ വീണ്ടും ഇവിടെ കൺസൾട്ടേഷൻ കാണിക്കുന്നു. സോ ഇതെന്നെ പറയുക നല്ല ഒരു ട്രാപ്പ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് പ്രൈസിന് മുകളിലേക്കാണ്. റെസിസ്റ്റൻസ് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് തന്നെ റെസിസ്റ്റൻസ്, ഇത് സപ്പോർട്ട് ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ സപ്പോർട്ട് ബ്രേക്കായി എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ കൺസൾട്ടേഷൻ മുകളിൽ ചില പൈസ എടുത്ത് താഴേക്ക് തന്നെ 3 അപ്സൈഡ് നോക്കിയിട്ട് പ്ലേ ചെയ്യാവുള്ളൂ അതിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്.